ഹലോ, ഇന്ന് നമുക്ക് ആരി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലോത്ത് ഫ്രെയിമിലേക്ക് എങ്ങനെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഫ്രെയിം ഡിറ്റാച്ച് ചെയ്യണം. രണ്ട് പോർഷൻ ആക്കണം. ഇതിപ്പോൾ ഒന്നിച്ചാണ് ഇരിക്കുന്നത്. നമുക്കത് രണ്ട് ഇന്നർ പോർഷനും ഔട്ടർ പോർഷനും വേറെ വേറെ ആക്കിയതിന് ശേഷം വേണം തുണി ഇതിലേക്ക് ഫ്രെയിമിലേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട്. ഇതാണ് നമുക്ക് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനുമുള്ള ഒരു ലോക്ക് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ലൂസായിട്ട് വരും. നമ്മൾ അതിൽ നിന്ന് അത് റിമൂവ് ചെയ്തതിന് ശേഷം തിരിച്ച് തുണി ഇന്നർ പോർഷൻ താഴെ വെച്ചതിന് ശേഷം ക്ലോത്ത് അതിൻ്റെ മേളിൽ, ഈ ഒരു ഭാഗം താഴെ വരില്ല, ഇത് മേളിൽ വരുന്ന ഭാഗമാണ്. ഇത് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഒരു പോർഷൻ ഇന്നർ പോർഷനാണ്, ഉള്ളിൽ അടിയിൽ വരുന്ന ഭാഗമാണിത്. അത് വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് ക്ലോത്ത് വയ്ക്കാം. നല്ല നിവർത്തി ചുളിവുകളൊന്നുമില്ലാതെ തുണി അതിൻ്റെ മേളിലേക്ക് വിരിച്ചിട്ടതിന് ശേഷം മോൾ ഭാഗം അതിൻ്റെ മേളിലോട്ട് വെച്ചതിന് ശേഷമാണ് നമ്മളത് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ക്ലോത്ത് ഇങ്ങനെ വിരിച്ച് ചുളിവൊന്നുമില്ലാതെ താഴത്തെ പോർഷനിൽ അതിൻ്റെ മേളിലേക്ക് ക്ലോത്ത് വെച്ച് കൊടുത്തതിന് ശേഷം എവിടെയും തുണിയൊന്നും ചുളുങ്ങിയിരിക്കാതെ ചുളിവുകളൊക്കെ മാറ്റി നല്ല ക്ലീനാക്കി നിവർത്തി ഇടുക. എവിടെയെങ്കിലുമൊക്കെ ചുളിഞ്ഞിരിക്കണമെങ്കിൽ നമുക്കത് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ പിന്നെ വീണ്ടും അത് ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് വേണ്ടി വരും ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ചുളിവുകളൊക്കെ മാറ്റി ഔട്ടർ പോർഷൻ, ആ ലോക്കുള്ള പോർഷൻ മേളിലോട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. വെക്കുമ്പോൾ ലോക്ക് ഇതുപോലെ തന്നെ വരാൻ പാകത്തിന് വേണം വെക്കാനായിട്ട്. എന്നാലാണ് നമുക്ക് നല്ല കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിലേക്ക് ആ തുണിയിലേക്ക് അടിയിലത്തെ ഫ്രെയിമിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് ജസ്റ്റ് എല്ലാ ഭാഗത്തുനിന്നും വലിച്ച് എല്ലാ സൈഡിൽ നിന്നും ഇതുപോലെ തുണി വലിച്ച് താഴേക്ക് സൂക്ഷിച്ച് വലിക്കുമ്പോൾ ആ ഫ്രെയിമിൽ നിന്ന് വിട്ടു പോരാതെ സൂക്ഷിക്കണം. ഇങ്ങനെ വലിച്ച് കൊടുക്കുക. എല്ലാ ഭാഗവും ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാതെ ഏതെങ്കിലും ഒരു സൈഡ് ലൂസായിട്ട് നിന്ന് കഴിയുമ്പോൾ നമ്മൾ സാധാരണ എംബ്രോയിഡറിയോ അല്ലെങ്കിൽ നൂല് സൂചിയും വെച്ച് തുന്നിയെടുക്കണ വർക്ക് പോലെയല്ല ആരി വർക്കിൽ തുണി ഏറ്റവും ടൈറ്റായിട്ട് ഇരിക്കണം എന്നാണ്. ആ ടെമ്പറിൽ നിന്നാലാണ് നമുക്ക് വർക്ക് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ വലിച്ച് ഇങ്ങനെ ചുളിവുകളെല്ലാം മാറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്നും തോന്നില്ല. വർക്ക് ചെയ്തൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രെയിമിൽ നിന്ന് തുണി മാറ്റുന്ന ടൈമിൽ ആരി വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ലൂസായി കിടക്കുന്ന തുണിയാണെന്നുണ്ടെങ്കിൽ വർക്ക് വലിഞ്ഞു നിൽക്കും. അത് ഒരു വൃത്തി ഉണ്ടാവില്ല വർക്ക് കാണാനായിട്ട്. ഇങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്ത തുണി വലിച്ച് കൊടുത്തതിന് ശേഷം ഈ ലോക്ക് ഒന്നും കൂടെ ടൈറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ ഓപ്പോസിറ്റാണ് ലൂസാവാനായിട്ട് ചെയ്തത്. നന്നായിട്ടൊന്ന് ഇതുപോലെ തിരിച്ച് കൊടുക്കുക. തിരിക്കുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ പോർഷൻ ആ ഒരു ബോൾട്ട് കയ്യിൽ കറക്റ്റായിട്ട് പിടിക്കുക. അതും കൂടെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്ക് ടൈറ്റ് ആവില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് പ്ലെയറൊക്കെ വെച്ചിട്ട് പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ നോർമലി കൈ കൊണ്ട് തന്നെയാണ് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ടൈറ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ എല്ലാ ഭാഗവും നല്ല ക്ലീനായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഈ ലോക്ക് ടൈറ്റ് ചെയ്യണതിന് മുമ്പേ തുണി വലിച്ചു കൊടുത്താലും ചില സ്ഥലങ്ങളിലൊക്കെ ഇച്ചിരി ലൂസായിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പ്രോപ്പറായിട്ട് വലിച്ച് ഇതുപോലെ തന്നെ ഇങ്ങനെ കുഞ്ഞു ചുളിവുകളൊന്നുമില്ലാതെ നല്ല ടൈറ്റായിട്ട് തുണി ടെമ്പറിൽ നിൽക്കാൻ പാകത്തിന് വലിച്ച് കൊടുത്ത് ഫ്രെയിമിൽ നമുക്ക് ഇതുപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ലോക്ക് ഒരുപാട് ടൈറ്റ് ചെയ്യരുത്. അത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. ഭയങ്കര നമ്മൾ ശക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു മയത്തിൽ ഇത് ചെയ്യുക. ഈ ഫ്രെയിം ആണെങ്കിലും ഭയങ്കര ബലമുള്ള സംഗതിയല്ല, വുഡനാണ്. ഇപ്പം നല്ല ടെമ്പറിലായിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും നല്ല ടൈറ്റായിട്ട് നിന്നാലാണ് നമുക്ക് ഫ്രെയിമിൽ വെച്ചതിന് ശേഷം സ്റ്റാൻഡിൽ വെച്ചതിന് ശേഷം നമുക്ക് നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക. വർക്ക് പ്രശ്നം വരിക മാത്രമല്ല, നമ്മൾ നീഡിലെടുത്ത് ചെയ്യുമ്പോൾ നീഡിൽ കൊളുത്തി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. തുണി ലൂസാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ഇതിൻ്റെ അടിവശവും മേൽവശമൊക്കെ നല്ല കറക്റ്റായിട്ട് തുണി എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്യാം.